കഴിഞ്ഞ ആഴ്ചത്തെ സെൽ ഓഫിന് ശേഷം US വിപണികളെല്ലാം 1% ആയിട്ടാണ് തിങ്കളാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റിന്റെ ഒരു ഡിബേറ്റ് ഉണ്ട്. അതിനകത്ത് കോർപ്പറേറ്റ് ടാക്സിനെ പറ്റി എന്തെങ്കിലും പരാമർശം ഉണ്ടായാൽ അത് വിപണിയെ സ്വാധീനിക്കുന്നതാണ്. അതുകൂടാതെ ചൈനയിലെ ട്രേഡ് റിലേറ്റഡ് ഡേറ്റയും ജർമ്മൻ കൺസ്യൂമർ ഇൻഫ്ലേഷനും അതുപോലെ യൂറോപ്പിലെ എക്കണോമിക് ഗ്രോത്തിനെ പറ്റിയുള്ള ഫോർകാസ്റ്റുമാണ് ഇന്ന് പ്രധാനപ്പെട്ട ഡേറ്റ. യൂറോപ്യൻ മാർക്കറ്റിൽ ഒരു റേറ്റ് കട്ട് പ്രതീക്ഷയുടെ പേരിലാണ് കഴിഞ്ഞ ദിവസം യൂറോപ്യൻ മാർക്കറ്റും കൂടാതെ ഇന്ത്യൻ മാർക്കറ്റിൽ പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ് വന്നത്. ഒന്ന്, നല്ല മൺസൂൺ വരുന്നു, അതുപോലെ ദീപാവലി ബേസ്ഡ് ഉള്ള പർച്ചേസ് ഉണ്ടാവും, അതുകൊണ്ട് FMCG സെഗ്മെന്റുകളിലൊക്കെ നല്ലൊരു ബൈ കണ്ടിരുന്നു. ഇത്തരം പ്രതീക്ഷകളാണ് എല്ലാ മാർക്കറ്റിനെയും കഴിഞ്ഞ ദിവസം പോസിറ്റീവായിട്ട് നയിച്ചത്. അതേ തുടർന്ന് അമേരിക്കൻ വിപണിയിൽ ഒരു ഷോർട്ട് കവറിംഗ് വന്നതിനെ തുടർന്ന് മാർക്കറ്റുകളെല്ലാം നന്നായിട്ട് തിരിച്ചു കയറുകയും ചെയ്തു. ഇന്ന് GNX നിഫ്റ്റി ഏതാണ്ട് 60 പോയിന്റ്സോളം പ്ലസ് ആയിട്ടാണ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത. 24,830, 25,000. SGX നിഫ്റ്റി 24,980,